ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളാകുന്നവർക്കെതിരെ നിലപാട് കടുപ്പിച്ച് സുപ്രീം കോടതി. ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്നാണ് നിർണായക നിരീക്ഷണം. ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ കൊടിമരത്തിലെ സ്വർണം ഉൾപ്പെടെ മോഷ്ടിച്ചില്ലേ എന്നാണ് ചോദ്യം. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ജയിലിൽ ചികിത്സ നൽകാമെന്നും കോടതി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അടക്കം ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആർക്കും മുൻകൂർ ജാമ്യമില്ല എന്ന സുപ്രീം കോടതിയുടെ നിലപാട് ശക്തമായ താക്കീതാണോ എന്നാണ് നമ്മൾ ആളുകളോട് ചോദിക്കുന്നത്. പത്തനംതിട്ടയിലുള്ള ആളുകളോടാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീരാജ്, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. സമാനതകളില്ലാത്ത വാർത്തകളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം കൊടുക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതൊരു മുന്നറിയിപ്പോ പൊതുജനം പറയുന്നു. തെറ്റുകാരായതുകൊണ്ടല്ലേ ജാമ്യം കിട്ടാത്തത്. ജാമ്യം കിട്ടരുത്, കാരണം ജയിലിൽ കിടക്കണമെന്മാർ. ഇത് ഭഗവാന്റെ മുതൽ 100% കെട്ട്. ഇപ്പോൾ അവർ ഈ അമ്പലത്തിലെ ഇതൊക്കെ കട്ടു. ഇനി ഒരു ഇത് വന്നാൽ അമ്പലത്തിൻ്റെ ഇതുപോലും അവർ അടിച്ചു വസ്തുവകകൾ പോലും അടിച്ചു മാറ്റുമെന്ന് പറയാൻ ഒക്കും. ഇപ്പം ഇരിക്കുന്ന ഭഗവാൻ ഒറിജിനലാണെന്ന് പറയാൻ ഒക്കും. അവർക്ക് ശിക്ഷ തന്നെ കിട്ടണമെന്ന്. ഏത് പോറ്റി ആയാലും നമ്പൂതിരി ആയാലും തിരിച്ചു കിട്ടണമെന്നേ, മോട്ടിച്ചവനെ തിരിച്ചു കിട്ടണം. അതാ വേണ്ടിയേ. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം പല പ്രതികൾക്കും ജാമ്യം ലഭ്യമാക്കിയപ്പോൾ കേസിന്റെ ഗൗരവം കുറയുന്നതായി പലരും ആശങ്കപ്പെട്ടു. എന്നാൽ ഗൗരവം ഒട്ടും കുറയുന്നതല്ല എന്ന് സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശം തെളിയിക്കുന്നു. ജെറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട. അതുതന്നെയാണ് ആളുകൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തെറ്റ് ചെയ്തത് ആരാണേലും ശിക്ഷിക്കപ്പെടണം. അവർ പുറത്തിറങ്ങുന്നത് അത് കേസ് അന്വേഷണത്തെയൊക്കെ ഏത് രീതിയിലാകും ബാധിക്കുക എന്നുള്ളതാണ്.